അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. അർത്താരെ ആത്മബലിയാ അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. ഈ കാഴ്ച വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്ത ഹൃത്തും. ഈ കാഴ്ച വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്ത ഹൃത്തും. എല്ലാം മറക്കുന്ന ചിത്തം വല്ലഭ കാഴ്ചയായേകാം. എല്ലാം മറക്കുന്ന ചിത്തം വല്ലഭ കാഴ്ചയായേകാം. അർത്താരെ ആത്മബലിയാ അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. എൻ സോദരക്കെന്നോടെന്തോ നീരസം തോന്നുന്ന പക്ഷം തിരികെ ഞാൻ ചെന്നേവമേകാം. എല്ലാം പൊറുക്കുന്ന സ്നേഹം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹവാത്സല്യങ്ങളുടെ ഈ പരിശുദ്ധമായ ബലി അർപ്പിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ നന്ദി അർപ്പിക്കണം. പാപികളും ബലഹീനമായ നമ്മെ ദൈവത്തിന്റെ കൃപയാൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ലോകം മുഴുവനും വിശുദ്ധ കുരിശിന്റെ തിരുനാൾ ആഘോഷിക്കണം. നമ്മളുടെ അൾത്താരയുടെ എല്ലാ അൾത്താരുടെയും മുകളിലായിട്ട് നമ്മൾ കുരിശ് സ്ഥാപിക്കും. ആദിമ കാലഘട്ടങ്ങളിൽ നമുക്ക് ക്രിസ്ത്യാനികൾ ആരംഭിച്ച കാലഘട്ടങ്ങളിൽ ഒത്തിരി മതപീഡനമായിരുന്നു. ക്രിസ്തുമതം പ്രചരിപ്പിക്കാനും അത് വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനും ജനങ്ങൾ പരിശ്രമിച്ചവരെല്ലാം കൊന്നുകളയും, പീഡിപ്പിക്കും, സിംഹങ്ങൾക്കും കത്തിച്ചൊക്കെ കളയും. ഇപ്രകാരം പീഡനങ്ങളുടെ മധ്യേ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ശക്തമായിട്ടുള്ള പീഡന കാലഘട്ടം. ആ സമയത്ത് ചക്രവർത്തി അന്യരാജ്യങ്ങളുമായി യുദ്ധം ആരംഭിച്ച രാജാവ് തോറ്റുപോകുന്ന അവസ്ഥയിലേക്ക് വരിക. പ്രിയമുള്ള ആ സമയം അദ്ദേഹത്തിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, നീ ഒരു കുരിശ് പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക. അതായത് നിന്റെ പതാകയിൽ, വെള്ള പതാകയിൽ ചുമന്ന കുരിശുള്ള പതാകയുമായി നിങ്ങളുടെ സൈന്യം മുന്നോട്ട് പോകാം, നിങ്ങൾ ജയിക്കണം. അങ്ങനെ അപ്രകാരം ആ രാത്രി തന്നെ പതാക ഉണ്ടാക്കി ഓരോ സൈനാധിപന്മാരുടെയും കുതിര ചേർത്ത് പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്തു. എല്ലാം വിജയമായി. പ്രത്യേക ആ ചക്രവർത്തിയുടെ കാലം തുടങ്ങി, ഗണേശ് ചക്രവർത്തിയുടെ കാലം തുടങ്ങി ക്രിസ്തു മതം ലോകം മുഴുവനും പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും ആരാധിക്കുവാനുള്ള അനുവാദം ചക്രവർത്തി നൽകിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയായ കന്യകാജ്ഞി കാബൂത്തായി പ്രദേശിച്ച് മരിച്ചെടുത്ത് പോവുകയും അവിടെ പള്ളി പണിയുകയും അവിടെ ഈശോ കുരിശ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ 3 കുരിശുകളുണ്ട്. ആ കുരിശുകളിൽ ഈശോ കുരിശ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി രോഗിയായി കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ മുട്ടിക്കുന്നുണ്ട്. ഒരു കുരിശ് മുട്ടിക്കുമ്പോൾ അത് ആ മനുഷ്യ സൗഖ്യമായി മാറും. പ്രിയമുള്ളവരെ, ഈശോ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് കുരിശ് വലിയ അവഹേളനത്തിൻ്റെയും കൊലപാതകയുടെയും പാപത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പണ്ട് കാലത്ത് കുരിശ് മനുഷ്യരെ തൂക്കി കൊല്ലുവാൻ വേണ്ടി ഉപയോഗിച്ചത്. എന്നാൽ ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ കുരിശ് വിശുദ്ധമായി മാറി. നമ്മൾ മഠാഞ്ജലിയിലൊക്കെ വിശുദ്ധ കുരിശിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുള്ളത്. തീർച്ചയായും നമ്മൾ കുരിശിലൂടെയാണ് രക്ഷ. ഈശോ കുരിശിൽ മരിച്ചതുകൊണ്ടാണ് നമുക്ക് സ്വർഗം ലഭിക്കുക, രക്ഷ ലഭിക്കുക. നാം ഈ പരിശുദ്ധമായ ബലിയും എന്നും പ്രാർത്ഥിക്കണം. ഒത്തിരി കുരിശുകൾ, സങ്കടങ്ങൾ, വേദന, ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ഭാര്യ, ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ബന്ധുക്കളൊക്കെ നമുക്ക് സ്നേഹമായിരിക്കുന്ന അവസ്ഥ, സ്നേഹമില്ലാത്ത അവസ്ഥകളൊക്കെ ഒത്തിരി കുരിശായിട്ട്, പ്രയാസമായിട്ട് നമുക്ക് തോന്നും. ആ കുരിശുകളൊക്കെ
ത്യാഗത്തിൻ്റെ ഫലമായി ഏറ്റെടുക്കുക. യേശുവെ പോലെ കുരിശ് ഏറ്റെടുക്കുക, തള്ളിക്കളയുക. കുരിശ് ഏറ്റെടുക്കാണ് മനസ്സ് നമുക്ക് വേണം. ഈ പ്രളയകാലത്ത് ഒരു അപ്പച്ചൻ വളരെ സുന്ദരമായിട്ടാണ് കുടുംബം ചെയ്യുന്നത്. ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, സന്തോഷകരമായിട്ട് മുന്നേറുന്നു. ആ പ്രളയം വരുമ്പോൾ, വെള്ളം വരുമ്പോൾ, വീട് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങാകുമ്പോൾ അപ്പച്ചനും മക്കളും ഭാര്യയും ഓടി പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ പോയി അവിടെ നിൽക്കുക. ഒരു ദിവസം കഴിഞ്ഞ അപ്പച്ചൻ ഇങ്ങനെ വെള്ളം ഇറങ്ങി നോക്കിയപ്പോൾ വെള്ളം വീടിന് 3/4 ഭാഗം വന്ന് നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ അപ്പച്ചൻ ആകെ സങ്കടമാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട്, ഒരു ജീവിതം കാലം മുഴുവൻ അധ്വാനിച്ച ഈ വീടും എല്ലാം ഒക്കെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റും ഒക്കെ നഷ്ടമാകുമ്പോൾ അദ്ദേഹം പള്ളിയിലെ ദേവാലയത്തിൽ ചെന്ന് ക്രിസ്തുവിലേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥ, ഏകാന്തനായ ഈശോ മാത്രമേയാണ് കുരിശ്, മറ്റാരുമില്ല. പ്രിയമുള്ളവരെ, ആ കുരിശിൽ ഈശോ മാത്രമല്ല. എല്ലാം വിട്ടുപേക്ഷയുള്ള അവസ്ഥ, നമ്മളെല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ ചില അവസരങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ. ഈ കൊറോണ കാലഘട്ടത്തിൽ പോലും നമുക്കൊന്നും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്, വീട്ടിൽ അടച്ചിരിക്കുന്ന അവസ്ഥയൊക്കെയാണ്. പക്ഷെ അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അന്ന് തുടങ്ങി ആ മനുഷ്യർ എപ്പോഴും പള്ളിയിലെ കുരിശിലേക്ക് നോക്കിയപ്പോൾ ദൈവമേ, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ അങ്ങ് കുരിശ് വരച്ചത്. ഞങ്ങളുടെയും സ്ഥിതി അപ്രകാരം തന്നെ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്ന അങ്ങയുടെ കുരിശുകൾ, സഹനങ്ങൾ അങ്ങ് സഹിച്ചു തരുന്നത് ഞങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളെല്ലാം സഹിക്കാൻ ശക്തി നൽകണമെന്ന് പ്രചരണം. പ്രകാരം നമ്മൾ ഈ ബലിയിൽ പങ്കുചേരുമ്പോൾ കുരിശിനോട് ചേർത്ത് നമ്മുടെ സഹനങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, പ്രാരാബ്ദങ്ങൾ, എല്ലാ ബുദ്ധിമുട്ടുകളും സമർപ്പിക്കും. എല്ലാം ദൈവത്തിന് നൽകും. ദൈവം നമ്മെ സഹായിക്കും. ഒരിക്കലും നമ്മുടെ കൈവിടില്ല. ആരെങ്കിലുമൊക്കെ വഴിയായി ദൈവം നമ്മെ സഹായിക്കും. അവരെ വിശ്വാസത്തോടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. ഈ ബലി അർപ്പിക്കുമ്പോൾ പ്രത്യേകം ഈ ബലിയിൽ മൈലോത്ത് ജോസഫ് കുടുംബാംഗങ്ങൾ, കൊല്ലംപറമ്പിൽ ജോണി കുടുംബാംഗങ്ങളും സഹോദരി കുടുംബവും, നെടുവിള സൈമൺ കുടുംബാംഗങ്ങളും, കാശ്മീർ ഡേവിഡ് കുടുംബാംഗങ്ങളും, ഇവരുടെ എല്ലാവരും നിയോഗങ്ങളും ഈ ബലിയിൽ സമർപ്പിക്കാം. പ്രത്യേകം എന്ന പ്രാർത്ഥനാശമായി ആവശ്യപ്പെട്ടിരിക്കുന്ന സ്വപ്ന ജിജി എന്ന മകളെ ഈ ബലിയിൽ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജന്മദിനം ഓർക്കുന്നവരെ, വിവാഹം കഴിച്ച വ്യക്തികളെ, വിവാഹിതരായിരിക്കുന്നവരെ, വിവാഹം വാർഷികം ആഘോഷിക്കുന്നവരെ എന്ന് പ്രത്യേകം പ്രാർത്ഥനാശാമി ശ്രദ്ധിക്കുന്ന തോമസ് എന്നൊരു മകൻ, അതുപോലെ തന്നെ നെൽസൺ നടാശ ഷൈന ചോദിക്കുന്ന തോമാസ് വിഷയം ആര്യ പ്രത്യേകമാവിധം സന്ധ്യ മഞ്ജു സുസ്മിത നവോമി അനുഷ്ക ജോസഫ് ദിവ്യ സാബു ചാനിയപ്പോൾ ശോഭനമണി ബേസിൽ ബെഞ്ചമിൻ അശോക് ലക്ഷ്മി അജു മോളി കാസ്മർ വീന മൈബിനമേയ അലീന കെവിൻ പ്ലസ്മി ആന്റണി റോയ് കാർത്തിയർ മലശ്രീ ഹുസൈൻ അജിത് ദിനേശ് ജവാൻ ജവാക്കി സുബി ജോർജ് നവീൻ ജോൺ തിരുനകത്ത് സസൽ കുടുംബം സന സന്ദീപ് ബിബിൻ സുജു എൽ സി ഇഷാൻ ജോ പെരേര ആഷ്ലി ലോറൻസ് ഡിക്സൺ ജോർജ് പെരിയ ജോൺ മിഗേൽ അന്ന ഇലിയാമ ജോർജ് മാത്യു വർഗീസ് ജോൺ ജോസഫ് മോളി ജോർജ് നീന ജോർജ് ഗാഡിസ് ടീച്ചർ ഇവരെല്ലാവരും നിയോഗങ്ങളും മരിച്ചുപോയ എല്ലാവരും ഓർക്കാം. കരങ്ങൾ കൂപ്പി തെറ്റുകളും പാപങ്ങളും ഒരുമിച്ച് എല്ലാവരെയും ചൊല്ലുക. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്നാൽ വിചാരത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാണ് ഞാൻ വലിയ പാവം ചെയ്തു പോയി. എൻ്റെ വില എൻ്റെ വലിയ വില ആകെയാൽ ഇതിനെയായ പരിശുദ്ധമായിരുന്നു എല്ലാ ആരാധനാലും വിശ്വസിച്ചുകൊണ്ടും സഹോദരരെ നിങ്ങളോട് ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവപ്രമകത്വം ഭൂമിയിൽ സർവസമാധാനം കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ മഹാമഹിമയ്ക്കാണ് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ പിതാവേ, പിതാവിന്റെ പുത്ര, ലോകത്തിലെ പാപങ്ങളിലേക്ക് വന്ന് ഞങ്ങളെ കനിയണമേ. ലോകത്തിലെ പാപങ്ങൾ
അങ്ങേയജാതി കുരിശിൽ സഹിക്കണമെന്ന് ഇതിനുള്ളതാണ്. ഭൂമിയിൽ അവിടുത്തെ രഹസ്യം ഗ്രഹിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിലെ അവിടുത്തെ പരിത്രാണ ഫലം അനുഭവിക്കാൻ കൃപ നൽകണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ കുരിശിന്റെ മഹത്വീകരണ തിരുനാൾ ഒന്നാം വായന. സഖ്യാപുസ്തകത്തിൽ നിന്ന് 21-ാം അധ്യായം 4 മുതൽ 9 വരെ വാക്യങ്ങൾ. അക്കാലത്ത് ഏദോം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിന്റെ ഇടയിലേക്ക് സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്നു പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എന്റെ ജനമേ, എന്റെ ഉപദേശം ശ്രവിക്കുക. എന്റെ വാക്കുകൾക്ക് ചെവി തരിക. ഞാൻ ഒരു ഉപമ പറയാം. പുരാതന ചരിത്രത്തിന്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടുത്തെ തേടി. അവർ അനുതപിച്ച് ദൈവത്തിങ്കലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു. ദൈവമാണ് തങ്ങളുടെ അത്ഭുതശിലയെന്നും അത്യുന്നതനായ ദൈവമാണ് തങ്ങളെ വീണ്ടെടുക്കുന്നവനെന്നും അവർ അനുസ്മരിച്ചു. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു. അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു. അവരുടെ ഹൃദയം അവിടത്തോട് ചേർന്നു നിന്നില്ല. അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയില്ല. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു. അവരെ നശിപ്പിച്ചില്ല. പലപ്പോഴും അവിടുന്ന് കോപമടക്കി. തന്റെ ക്രോധം ആളിക്കത്താൻ അനുവദിച്ചില്ല. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കുരിശുമരണത്താൽ ലോകത്തെ വീണ്ടെടുത്തു രക്ഷിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷങ്ങളുടെ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു നിക്കോദേമോസിനോട് ചെയ്തു, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന മനുഷ്യർക്കല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ വിശ്വസിക്കുന്നവരെ നിത്യജീവനുണ്ടാകരുത് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടത്. എന്നാൽ അത് വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്നെ ഏകജാതി നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്നെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചത്
ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യേക അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സ്വീകരിച്ചാലും നാഥാ സ്വീകരിച്ചാലും ഈ എളിയവർ തൻ കാഴ്ചകൾ നീ ബലിയർപ്പിച്ചാലും സ്വന്തമായി നന്ദി തൻ ബലിയ എന്നോട് ഹൃദയമേകീട തന്ന നന്മകളോരോന്നാം എന്നെ ഓർത്തിട. നന്ദി തൻ ബലിയ എന്നോട് ഹൃദയമേകീട സർവസൃഷ്ടികൾ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവേ, കുരിശിന്റെ അൾത്താരെ സർവ്വലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ഈ കാഴ്ച ഞങ്ങളെ എല്ലാ തിന്മകളിലും ശുദ്ധീകരിക്കണമേ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളിലമേ. കർത്താവ് നിങ്ങളോടുകൂടി ഹൃദയങ്ങൾ ഉയർത്തുവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എന്നേരവും അങ്ങേക്കലും കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. മരണം ഉദയം ചെയ്തെടുത്ത് ജീവനുദാനം ചെയ്യുവാൻ കുരിശുമരത്തിൽ മനുഷ്യരുടെ രക്ഷ അങ്ങ് സാധിച്ചു. മരത്തിൽ വിജയിച്ചവനെ നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി മരത്താൽ തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് വഴി എല്ലാ ആലാപങ്ങളും സകല വിശ്വോടും ചേർന്ന് ഞങ്ങൾ എല്ലാവരും എളിമയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും നിന്ദലോ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകടന്നു പോലെ ഈ കാണിക്കകളങ്ങ് പവിത്രമാണ്. അങ്ങനെ ഞങ്ങൾക്കാണ് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനം. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് വഹിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകും. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പ്രകാരം തന്നെ താഴെ കഴിഞ്ഞ് പരമാത്മ വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിനകം കുടിക്കും.
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, വിശ്വാസത്തിന്റെ രഹസ്യം അവിടുത്തെ മരണവും ഉയർപ്പുമാണ്. അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുക, അങ്ങയെ സ്നേഹിക്കുക. ഈ എളിയവരും പാപികളുമായി ഞങ്ങൾ അർഹരാകെ തീർത്തതിന് നന്ദിപ്പെടുന്നു. ജീവന്റെ അപ്പോൾ രക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവായ കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയോട് ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, ഞങ്ങളെ അധ്യക്ഷനായ അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പ് പിതാവിന് വേണ്ടി, മറ്റെല്ലാ വൈദികരും സന്യാസികളും അൽമാരും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയെത്തിയ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങൾ മരിച്ചുപോയില്ലാതെ ഓർക്കണമേ. അങ്ങേ സ്വർഗത്തിലേക്ക് അവരെ സ്വീകരിക്കണം. ഈ എളിയവരായി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൽ ആ കന്യയുടെ ഭർത്താവ് സർവ്വത്രിക സർവ്വധ്യസം ഞാൻ സ്വർഗീയ മധ്യസ്ഥമായ പിതാവ് അപ്പസ്തലഗണത്തോടും എല്ലാ വിശുദ്ധത്തിലും ഇതിനെ പങ്കുചേരുന്നു. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കരങ്ങൾ കോപ്പി ത്രിയേക ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായി നീക്കും പരിശുദ്ധാത്മാവുമായി നീക്കത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും സ്വർഗീയ പിതാവിനെ വിളിച്ച് അങ്ങേ രാജ്യം വരെയാണ്. അങ്ങേ സുഖത്തിലെ പോലെ ഭൂമിയിലുമാകി അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങൾ തെറ്റുന്നവരെ ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളോട് ശ്രമിക്കണമേ. ഞങ്ങളെ എല്ലാവരും ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കരുത്. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങൾ മോചിക്കണമേ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം നൽകണമേ. അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചു അംഗീകരണായിട്ട് ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളിപ്പോഴും പാപങ്ങൾ മോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരെ അറിയിച്ചു. ഞങ്ങളുടെ പാപങ്ങളിൽ പിന്നെ അങ്ങയെ സഭയുടെ വിശ്വാസങ്ങൾ അങ്ങയെ തിരുവോണമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും ലഭിച്ചു എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അത് പരസ്പരം കർത്താവ് സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കണം. ദിവ്യ കുഞ്ഞാട് വരുന്നതിന് ക്ഷണിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ചിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവായ യേശുവേ, കർത്താവായ പിതാവായ ദൈവം, പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അരൂപിയാൽ എഴുന്നള്ളിവരണം. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ. സ്വീകരണത്തിലേക്ക് നയിക്കുമാറാകണേ. കുരിശേ കുരിശുമ
ജീവദായകമായ കുരിശുമരം വഴി അങ്ങ് വീണ്ടെടുത്തവരെ ഉയർപ്പിന് മഹിമയിൽ ആനയിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുവരണമേ. കർത്താവ് നിങ്ങളോട് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. സർവേശ്വരവിൻ പാലകൻ നീ, കൈവേല ചെയ്തു നീ വന്ദിതാത പാലിരിൻ നാഥനാഹാരമേകി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവം അദ്ദേഹത്തെ തലഭവനത്തിന്റെ അധിപനായ വിശ്വമിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വളർത്തുവിടാം ദൈവജനയുടെ വിരക്ത ഭർത്താവ് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായി വിശ്വസിക്കുന്നതാണ്. അങ്ങ് കുടുംബങ്ങൾ സംരക്ഷകരും തൊഴിലാളികളെ മാതൃകയും നന്മ മധ്യസ്ഥമായി അങ്ങ് ഞങ്ങൾക്ക് തിരിച്ചറിയുകയും ഈ വിശുദ്ധന്റെ യോഗ്യത വഴി ഞങ്ങളിൽ ഈ പ്രാർത്ഥന കേൾക്കണമെന്നും ദൈവം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ എല്ലാവരുടെ നിയോഗങ്ങളും സമർപ്പിക്കുക. പരിശുദ്ധമായി സ്വയെ എല്ലാം സമർപ്പിച്ച് നമുക്ക് ഏറ്റവും അപേക്ഷിക്കാം. ഓ ഭാഗ്യപ്പെട്ട ഒരിക്കലും കൈവിടില്ല ഞങ്ങളറിയാം. ആകെയാണ് അങ്ങ് ഞങ്ങളുടെ ശരണവും ആയിരിക്കണം. ഞങ്ങളുടെ ആത്മീയവും ശരീരവും എല്ലാം ഭാഗ്യം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന കരങ്ങളെ പൊപ്പിക്കണ്ണടച്ച് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളും മക്കളെക്കുറിച്ചും ആകുലങ്ങളും പ്രത്യേകിച്ച് എല്ലാം സമർപ്പിക്കുക. ജോലി മേഖല, സാമ്പത്തിക മേഖല, ലോണെടുത്ത് തിരിച്ചെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ രോഗങ്ങൾ മാറും, കൊറോണ രോഗം സൗകര്യമില്ല, നമ്മുടെ വിദേശത്തിലേക്ക് അനുഗ്രഹിക്കുക. ഇത്രയും സങ്കടത്തോടെ ആരോടുമൊന്നും പറയാതെ വീട്ടിലൊറ്റയ്ക്ക് ഇതൊക്കെ വിഷമിക്കുന്ന മക്കളെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഈശോയുടെ ഹൃദയത്തിൽ അങ്ങേ വല്ലഭമായ മാധ്യസ്ഥം ഞങ്ങൾക്ക് നേടിത്തരണമേ. മനുഷ്യോദരം ചെയ്തു ദൈവത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ കാരുണ്യം കേൾക്കപ്പെടും. ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളെ മാതൃകയായി എല്ലാവിധ വിപത്തുകളും ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി ചൈതന്യത്തോടെ വേല ചെയ്ത് ഞങ്ങളെ തിരുസഭയുടെ പാലകനായ തിരുസഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥയും എല്ലാം യേശുവിന് വേണ്ടി എല്ലാം പരിശുദ്ധമറിയത്തിലൂടെ എല്ലാം അങ്ങയെ അനുകരിക്കുന്നതിനായിരിക്കട്ടെ ജീവിതത്തിലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തിന്റെ മാർഗ്ഗം അങ്ങേ രാജ്യം വരുന്നത് അങ്ങയെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ മറിയത്തിൽ അവരാലമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അവരോട് അപേക്ഷിക്കുന്നു. പിതാവിനെ പുത്രനെ ദൈവത്തിൻ തിരുസുധരേ പോറ്റി വളർത്തിയ ദൈവസ്ഥ
ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന് കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന് കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകരുമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രസംഗിക്കാവുന്ന ഭർത്താവായി അസംവിധാനത്തിൻ്റെ കാരണ സഹായം ഭൂമിയെ സംരക്ഷകനായി ഞങ്ങൾ വിളങ്ങുന്ന ദിവസം സ്വർഗത്തിൽ ഞങ്ങളെ മധ്യസ്ഥാനിക്കാൻ കൃപയുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളിലമേ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രകാശനയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മുടെ സഹായികത്താൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലേശത്തിന്റെ ആശ്വാസമായി അങ്ങേ പുത്രന്റെ വളർത്തു പിതാവായ യേശുവിനാമത്തെ ആദ്യസ്ഥ വഴി ഞങ്ങളെപ്പോഴും ഹൃദയസമാധാനം സ്വർഗീയാനുഗ്രഹം ശാരീരികാനുഗ്രഹം പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ സ്വർഗത്തിൽ ഞങ്ങൾ നിത്യമായി അങ്ങേ കണ്ടാൽ അനുഗ്രഹിക്കും. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ശക്തിയും തുണയും കരേണം തൃത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടണം. സ്വർഗ്ഗത്തിലങ്ങേ ഞങ്ങൾക്ക് കൃപ നൽകിടേണം. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ അപ്പമായി എഴുന്നള്ളി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ ധന്യമായ നിമിഷത്തെ പറയുന്നു. അങ്ങ് ആവശ്യക്കാതെ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ എടുക്കുന്ന വരാൻ സാധിക്കില്ല. അങ്ങ് ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ച് നന്ദി പറയുകയും ഈ ദിവസം മുഴുവനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറയുന്നു. എപ്രകാരമാണ് നന്ദി പറയാൻ ജീവിതം മുഴുവനും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ബന്ധുക്കളെ, കുഞ്ഞുങ്ങളെ, എല്ലാ അയൽവാസികളെ, സുഹൃത്തുക്കളെ, ഞങ്ങളുമായി ഇടപെടുന്ന എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശ്വരാധന എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താല് സ്വർഗീയമായ ദാനങ്ങളാല് അനുഗ്രഹങ്ങളെ സ്നേഹത്താല് ക്ഷമയാല് വിനയത്താല് എളിമയാല് ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെന്നറിയുന്നു, ഞങ്ങളുടെ ദുഃഖങ്ങളെന്നറിയുന്നു, ഞങ്ങളുടെ വേദനകൾ അറിയുന്നു. ഈശോയെ ഞങ്ങളുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കുന്ന ഈശോയെ എല്ലാം കുരിശിനോട് ചേർത്ത് വെച്ച് രക്ഷയായി മാറ്റണമേ. കുരിശിലേക്ക് നോക്കി എല്ലാവരും സർപ്പദംശനമേറ്റ് നോക്കി എല്ലാവരും രക്ഷ പ്രാപിച്ചതുപോലെ കുരിശിലൂടെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ മോചിച്ച ദൈവമേ, കുരിശിൽ
ജീവിതകാലം മുഴുവനും സ്നേഹത്തിലും സന്തോഷത്തിലും എന്തെല്ലാം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുമുണ്ടെങ്കിൽ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് കുരിശിന്റെ താലിയിൽ ആശീർവദിച്ച് നെഞ്ചത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു. നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും സകലം വരാം, രോഗം വരാം, കഷ്ടപ്പാട് വരാം, ഘടമാതി വരാം, സ്നേഹമില്ലാത്ത അവസ്ഥ എന്ത് വരാം, പക്ഷേ അവിടെ എല്ലാം കുരിശ് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് ഈശോയെ അങ്ങയുടെ കുരിശാണ് ഞങ്ങൾ, അങ്ങയുടെ കുരിശിലാണ് ഞങ്ങളുടെ രക്ഷ. എല്ലാവർക്കും രക്ഷ നൽകി ഈ അത്താരയിൽ ഞങ്ങൾക്ക് രക്ഷയായി കുരിശിൽ ഉയർന്നിരിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, മക്കളെ കുറിച്ച് സങ്കടപ്പെടുന്നവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരെ സങ്കടപ്പെടുന്നുണ്ട്, മാതാപിതാക്കളെ സങ്കടപ്പെടുന്നത്, സഹോദരി സഹോദരന്മാരെ കുറിച്ച്, ബന്ധുക്കളെ കുറിച്ച്, വീടുകളിൽ ഒരുമിച്ച് ജീവിച്ചിട്ട് പോലും അകന്ന് കഴിയുന്നവരൊക്കെയുണ്ട്. ആരോട് പറയാനാവാത്ത ദുഃഖങ്ങൾ അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാം സമർപ്പിക്കാം. എല്ലാം അറിയുന്ന പൊന്നു തമ്പുരാനെ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. സ്വയമല്ലാതെ മറ്റാരും ഞങ്ങൾ ആശ്രയിക്കണം. അങ്ങാണ് ഞങ്ങൾക്ക് ശക്തി, രക്ഷ, അനുഗ്രഹം. ഞങ്ങളെ ആരാധിക്കുന്നു. ആരാധന ശാരീരികമായി രോഗങ്ങൾ കൊണ്ട് അനങ്ങാൻ ആൾക്കാരെ, കുഞ്ഞുങ്ങളെ ഓർത്ത് പേടിയോടെ വായിക്കൊണ്ടിരിക്കുന്നവരെ, കുഞ്ഞുങ്ങളെ പേടികളും ഭയങ്ങളൊക്കെ മാറാൻ ഗർഭിണികളെ അനുഗ്രഹിക്കണമേ. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജീവാശരത്ത്, പ്രത്യേകിച്ച് ആരോഗ്യ എന്നീ മക്കളെല്ലാം അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ലഭിക്കാൻ പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കണമേ. കർത്താവേ, വിദേശത്തുള്ള പ്രിയപ്പെട്ട അനുഗ്രഹിക്കണമേ. വിദേശ മോളിരിക്കുന്നവരെ, ഈ ദിവസങ്ങളൊക്കെ ജോലിക്ക് കയറുന്നവരെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, ജോലിക്ക് വേദന ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നവരെ, രാമകത്വമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവേ, കൈകാല് വേദനിക്കുന്നവരെ, നടക്കാൻ പ്രയാസമുള്ളവരെ, മുട്ടുകുത്താൻ പ്രയാസമുള്ളവരെ, ഇരിക്കാൻ പ്രയാസമുള്ളവരെ, കാലുള്ളവരെ വേദനിക്കുന്നവരെ, മുട്ടുകാൽ വേദനിക്കുന്നവരെ, പ്രത്യേകിച്ച് ആക്സിഡന്റ് സംഭവിച്ച് തടസ്സമായ വ്യക്തികളെ എല്ലാവരെയും ഓപ്പറേഷൻ കഴിഞ്ഞവരെ, സംബന്ധമായ ബ്രെയിൻ സംബന്ധമായ ഹെർണിയ രോഗങ്ങള്, എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുമേ. കുരിശ് വഴി തിന്മയിന്ന്, പൈശാചികമായ അശുദ്ധിന്ന്, എല്ലാ ബന്ധങ്ങള്, പാപത്തിന്റെ മേഖലകള് എല്ലാവരെയും ഒതുക്കി ഈശോയെ രക്ഷിക്കണേ. ഈശോയെ ഞങ്ങൾ രക്ഷിക്കണേ. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. തൃക്കുടുംബനാഥനെ മുതാ തൃക്കടൽ വണങ്ങി വാഴ്ത്തിടാ വനദൂതരൊത്തു ചേർന്നു നിൻ ഗാനമാലപിച്ചിടും നിരാ പാരിതിത്ത വാർത്ത ഭക്തരും പാടിടാ